ഹോട്ടൽ ടാസ്കിൽ ശോഭ മൂക്കും കുത്തി വീണിരിക്കുകയാണ്. നമുക്കറിയാം ശോഭയും ഷിയാസ് കരീമാണ് ഹോട്ടൽ ടാസ്കിൽ ആദ്യമായി വന്ന ഗസ്റ്റുകൾ. ഈ ശോഭ വന്ന ഷിയാസിനെ നമുക്ക് മാറ്റിവെക്കാം. ശോഭ വന്ന സമയം മുതൽ ജനറൽ മാനേജറായ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു റേഗ് ചെയ്യുന്നതിന് സമാനമായ രീതിയിലാണ് ഗസ്റ്റായി വന്ന ശോഭയുടെ പെരുമാറ്റം. നമുക്കറിയാം മുൻ സീസണുകളിലൊക്കെ റോബിൻ രാധാകൃഷ്ണനായാലും രജിത് കുമാർ ആയാലും റിയാസ് ആയാലും ഒക്കെ വന്നപ്പോൾ ഒരു രസമുണ്ടായിരുന്നു, ഒരു ഓളമുണ്ടായിരുന്നു. അവിടെ ഒരു കുറച്ച് തമാശയും കാര്യങ്ങളും നമുക്ക് കാണാനൊരു രസമുണ്ടായിരുന്നു. ഇപ്പോൾ ശോഭയും ഷിയാസും വന്നപ്പോൾ നമ്മളവരെ കുറ്റം പറയുകയല്ല, ശോഭയും ഷിയാസും വന്നപ്പോൾ ലൈവിൽ കാണാൻ കഴിയും. ഇന്നലെ തുടങ്ങിയ ടാസ്ക്കാണ്, ഇന്നും ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ലൈവിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ഹോട്ടൽ ടാസ്ക് ഒന്ന് നിർത്താമോ, അത്രയ്ക്കും ബോറായി എന്നുള്ളതാണ്. മാക്സിമം ശോഭയുടെ മുറിയൻ ഇംഗ്ലീഷും പെരുമാറ്റം രീതിയൊക്കെ കാണുമ്പോൾ സത്യം പറയാം നമുക്ക് തന്നെ ബോറടിച്ച് തുടങ്ങുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ടാസ്ക്കാണ് ഹോട്ടൽ ടാസ്ക്. നല്ല തമാശകളും, അതായത് ഗസ്റ്റുകൾക്ക് ഈ അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാനുള്ള ഒരു നല്ല രസമുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യിപ്പിക്കേണ്ടൊക്കെ രീതിയാണ്. പക്ഷേ ശോഭയൊക്കെ ആക്ടിങ് ചെയ്ത് അല്ലെങ്കിൽ ഓവറായിട്ട് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി ഹോട്ടൽ ടാസ്കിന് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ലക്ഷ്മിക്ക് അത് വോട്ടിംഗ് അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലക്ഷ്മിക്ക് പ്രേക്ഷക പിന്തുണ കൂടി വരികയാണ് ഈ ഹോട്ടൽ ടാസ്കോട് കൂടി. അപ്പോൾ അതിലൊരു ഗുണം ലക്ഷ്മിക്കുണ്ട് എന്നല്ലാതെ ശോഭ വന്ന് വെറുപ്പിച്ചു എന്ന് തന്നെയാണ്. ശോഭ അടപടലം ഹോട്ടൽ ടാസ്കിൽ വീണ് കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.